എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു വ്യക്തി ചേരുന്നുണ്ട്. ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ ആരുമല്ല, നിർവാണ, ബോട്ട് നിർവാണ. കൊടുക്കുന്ന പണിക്ക് പട്ടിപ്പണി എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബോട്ട് നിർവാണ. നോക്കാം നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നും ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ഒരു ലൈക്കും അടിച്ച് ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇതിന്റെ സവിശേഷതകൾ. ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു പെട്ടിയിലെ താഴേക്ക് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ബോട്ട് എന്ന് എഴുതിയിരിക്കുന്നത്? ഇത് ബോട്ടിന്റെ ആയിക്കൊണ്ട്. ഓക്കെ, നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഇങ്ങോട്ട് അടർത്തണം. ഓക്കെ, നമ്മൾ അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് തുറക്കാനായിട്ട് പോകുകയാണ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് ബോട്ട് നിർവാണ. പ്രൊഡക്റ്റ് എവിടെയാണ്? പ്രൊഡക്റ്റ് അവിടെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നോക്കിയാൽ കിട്ടോ. നമുക്ക് ഇതിലേക്ക് വരാം. അതിനു മുമ്പ് അവര് പെട്ടിയിൽ എന്തൊക്കെ തരുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പെട്ടിയിൽ അവര് ഒരു സാമാന്യം കൊടുക്കുന്നുണ്ട്. ഇത് അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിന് ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിലാണ് അത് വരിക. പിന്നെ ഒരു ബില്ല്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ബില്ല്. ഇതാണ് അതിന്റെ കേബിൾ. സി ടൈപ്പ് കേബിൾ ആണ് വരുന്നത്. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല, കാരണം ഇത് ഞാൻ ഉപയോഗിക്കാറില്ല. എന്റെ ചാർജറിലെ വയർ തന്നെയാണ് കുത്തി ചാർജ് ചെയ്യാറ്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. പിന്നീട് അവർ 4ഓളം ബഡ്സ് തരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെവിക്ക് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഇതിൽ 4 ഉണ്ട്, അതിൽ 2 ഉണ്ട്, മൊത്തം 6 അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പെട്ടി വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. വേറൊന്നും ഇല്ലാട്ടോ ഇതിന്റെ ഉള്ളിൽ. കഴിഞ്ഞ് ഇത്രയൊക്കെ തന്നെ തരുള്ളൂ അമ്മേ. ഇങ്ങനെ തുറക്കുന്നേ. ഓക്കേ, ഒരുപാട് എന്തൊക്കെയോ സാമാനങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ട്. എന്തോന്നാണ് ഇത്? ബുക്കും പേപ്പറൊക്കെ ആയിട്ട്. ഇതിന്റെ വണ്ടിയോ ഞാൻ വാങ്ങിയത്? ഇതെന്തോന്നാണ് ഇത്? ഇതൊക്കെ വായിച്ചു തീരുമ്പോ തന്നെ ഒരു കൊല്ലമാവുമല്ലോ. താങ്ക് യു. പിന്നീട് കുറച്ചധികം സ്റ്റിക്കേഴ്സുകൾ ഇവര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തും ചെയ്യാം എന്നാണ് ഇവര് പറയുന്നത് ഈ സ്റ്റിക്കറിലൂടെ. ഇതെന്തൊരു മണ്ണാങ്കട്ട ഇത്? ഡൈനോസർ, കുട്ടി ഡൈനോസറാണ് ഇത്. പാട്ടൊക്കെ പാടുന്ന ഡൈനോസറും കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബോട്ട് നിർവാണ. തുറക്കുന്ന സമയത്ത് തുറക്കരുത്. 3 ലൈറ്റുകൾ അവിടെ തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇവിടെ ലൈറ്റ് ഒക്കെ മിന്നുന്നുണ്ടോ? ഡിസ്കോ ലൈറ്റ് ഒക്കെ ഉണ്ട്. വലിയ ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാധനം തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഇത് കണക്ട് ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഇതെടുത്ത് ചെവിയിൽ വെക്കണമെന്നൊന്നുമില്ല. ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു സാമാനം കണക്ട് ആക്കും. തൽക്കാലം ഇത് അടച്ചു വെച്ചിട്ട് ഇതിന്റെ കുറച്ചധികം ഫീച്ചേഴ്സുകളെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിന്റെ ഹൈലൈറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 120 അവേഴ്സ് പ്ലേ ബാക്ക് ടൈം ഈ ഒരു സാധനത്തിന് ലഭിക്കുന്നുണ്ട്. ഇതുവരെ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഞാൻ ഏകദേശം 1 വർഷമായി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ബെസ്റ്റ് റിസൾട്ട് ആണ് എനിക്ക് ചാർജിങ്ങിന്റെ കാര്യത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. 24 മണിക്കൂർ ബഡ്സിന് നമുക്ക് ചാർജ് നിൽക്കുന്നതായിരിക്കും. ചാർജിന്റെ കാര്യത്തിൽ എനിക്കൊന്നും തന്നെ ഈ ഒരു സാധനത്തെ കുറിച്ച് പറയാനില്ല. ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ഇത് നിൽക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ചാർജിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്തത് ഇതിന്റെ ഫീച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് കോഡ് മൈക്ക് ENX ടെക്നോളജി വരുന്നുണ്ട്. അതായത് 4 മൈക്കാണ് ഇതിൽ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. ഇതേപോലെ അതിലും ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും ചേർത്തിട്ട് 4 മൈക്കാണ് ഈ ഒരു ഇയർബഡിൽ വരുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതില് 2 മോഡ് ഇവർ കൊടുത്തിട്ടുണ്ട്. ബാലൻസ്ഡ് മോഡും സിഗ്നേച്ചർ സൗണ്ടും. ഇതിന്റെ ബാലൻസ്ഡ് മോഡ് ഇട്ടാൽ എനിക്ക് തീരെ പിടിക്കില്ല. കാരണം എനിക്ക് പാസ് ഇല്ലാതെ ഒരു പാട്ട് കേൾക്കാൻ പറ്റില്ല. പാസ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു പാട്ട് കേൾക്കുന്നത്? എന്നാൽ ഇതിന്റെ സിഗ്നേച്ചർ സൗണ്ട് ഇട്ടാൽ പിന്നെ അവിടെ പൂരമാണ്, പൂരം. IPX4 വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞാലും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇനി ഇതിന്റെ ലോ ലേറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 60 ms ലോ ലേറ്റൻസി ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ലോ ലേറ്റൻസി ആക്റ്റീവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡുള്ള ഇയർബഡ്സിൽ ഒരു
2 സെക്കൻഡ് അമർത്തി കഴിഞ്ഞാൽ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നതായിരിക്കും. ആ സമയത്ത് ഇതിന്റെ ലോ ലേറ്റൻസി ആക്റ്റീവ് ആവുന്നതായിരിക്കും. ഇനി ഇതിന്റെ ബാലൻസ്ഡ് മോഡും സിഗ്നേച്ചർ സൗണ്ടും എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിൽ നിന്ന് സിഗ്നേച്ചറിലേക്ക് വരുന്നതായിരിക്കും. ഇത് വാങ്ങിക്കഴിയുന്ന സമയത്ത് ഇവിടെ ഒരു സ്കാനർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബട്ടൺ എവിടേക്ക് വെക്കണമെന്ന് നിങ്ങൾക്ക് ആ ഒരു ആപ്പിലൂടെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ആപ്പിലൂടെ തന്നെ ഈ ഒരു ഇയർബഡ് അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ബ്ലൂടൂത്ത് 5.2 കണക്ടിവിറ്റിയാണ് വരുന്നത്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാടധികം നല്ല നല്ല ഫീച്ചേഴ്സുകൾ ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്. അതായത് ഞാനിത് വാങ്ങിയത് 1800 രൂപയ്ക്കാണ്. ഇപ്പൊ ഈ ഒരു സാധനം 1500 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇത് 1500 വാങ്ങിയാൽ നിങ്ങൾക്ക് ഏറ്റവും വെറുത്തായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു ഇയർബഡ്. ANC ഉള്ളതുണ്ട്, അതിന് 300 രൂപ എക്സ്ട്രാ കൊടുത്താൽ ANC ഉള്ളത് നിങ്ങൾക്ക് വാങ്ങാം. പിന്നീട് ഇതിൽ ഇനിയൊരു ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് പാട്ട് പ്ലേ ആകും, നിങ്ങൾ ചെവിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പാട്ട് പോസ് ആകും. അങ്ങനെ ഒരു ടെക്നോളജി ഈ ഒരു സാമാനത്തിൽ വരുന്നുണ്ട്. ആദ്യം പറയാൻ വിട്ടുപോയി അതാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഒരു വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെന്തെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടുത്ത നല്ല വീഡിയോസ് കാണുമ്പോഴേക്കും ബൈ ബൈ.